ഹായ് ചെങ്ങന്മാരെ, ഒരു 3 ദിവസം മുമ്പ് യൂട്യൂബിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. എൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് ടാക്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിലമ്പൂർ MVD അല്ലെങ്കിൽ RTO നമ്മുടെ വണ്ടിക്ക് ഫൈൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട്. അത് 9-ാം തീയതി യൂട്യൂബിലും 10-ാം തീയതി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫൈൻ എന്തായി, അതിൻ്റെ അപ്ഡേഷൻ എന്തായി, അതിപ്പോൾ എന്താ ഒഴിവായോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണത്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സമയമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫൈൻ ഒഴിവായിട്ടുണ്ട്. ഞാൻ അതെങ്ങനെ ഒഴിവായി എന്നറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് വീഡിയോ തുടർന്ന് കണ്ടാൽ മതി. അധികം സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. വേറെ ഒന്നല്ല, നമ്മൾ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസം 25-ാം തീയതി ആയിരുന്നു എനിക്ക് ആ ഒരു ഫൈൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പലതവണ അദ്ദേഹത്തെ വിളിച്ചു എന്നൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല, ഇപ്പം എന്താ എന്നുള്ളത് പറയാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് അതിൻ്റെ താഴത്ത് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ എന്നോട് പറഞ്ഞായിരുന്നു, ഇത് വെറുതെ വിടരുത്, ഇത് കോടതിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇത് കൃത്യമായ രീതിയിൽ ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ കൊടുക്കണം, ആ ഒരു ഉദ്യോഗസ്ഥന് വേണ്ട രീതിയിലുള്ള പണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഫേസ്ബുക്കിലെ വീഡിയോകൾക്കാണ് കമൻറ്റുകളും ഷെയറും വന്നിരുന്നത്. അപ്പോൾ അതിൽ ഓരോ കമൻറ്റുകളിലും പ്രത്യേകം ആളുകൾ കൂടുതലായിട്ട് പറഞ്ഞിരുന്നത് കോടതിയിലേക്ക് പോകും, ഇത് കോടതിയിൽ കേസാക്കും, അല്ലെങ്കിൽ RTOയിൽ പരാതി കൊടുക്കും, അങ്ങനെ പരാതികൾ തന്നെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ഇതിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങളാണ് നിങ്ങളെല്ലാവരും എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാനും തന്നെ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ അവർക്കൊരു സമയം ഞാൻ ആ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു, നമുക്കൊരു കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യാം. കാരണം അവർക്ക് നമ്മൾ ഉദ്യോഗസ്ഥരല്ല, അവർക്ക് ഇപ്പോൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് ഉള്ളത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യാം, അവർ അത് ക്ലിയർ ആക്കി തരട്ടെ. അവരിപ്പോൾ വിളിച്ചപ്പോൾ അങ്ങനെയാണല്ലോ പറയുന്നത്, വിളിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള ഞാൻ തന്നെ തിങ്കുന്നുണ്ട്. അതായത് ഞാൻ ഗതാഗത മന്ത്രിക്ക് പരാതി കൊടുക്കണോ, അല്ലെങ്കിൽ കോടതിയിൽ പരാതിയായിട്ട് ചെല്ലണോ, അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കണോ എന്നുള്ള രീതിയിലൊക്കെ. എനിക്കിത് എന്താ വെച്ചാൽ ഫൈന് ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ അറിവ് എനിക്കില്ല. അപ്പോൾ ഈ അറിവില്ലാത്തത് ഭയങ്കര പ്രശ്നമാണ്. ഫൈൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ പരിചയം ഉണ്ടാകുമ്പോഴല്ല നമുക്ക് അതിൽ കൂടുതൽ അറിവുണ്ടാവുള്ളൂ. എനിക്ക് ഫൈൻ ഇതുവരെ വന്നില്ല, എനിക്കിതിൽ പരിചയമല്ല. അപ്പോൾ അതാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഫേസ്ബുക്കിലിട്ട വീഡിയോക്ക് താഴെ വന്നിട്ട് ഒരുപാട് പേര് പലതരത്തിൽ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടതിൻ്റെ അന്നും പിറ്റേ ദിവസമായിട്ട് എനിക്ക് ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായി. അതിൽ ഒരു കോളാണ് നമ്മളുടെ ഈ ഒരു ഫൈന് ഒഴിവാകാനുള്ള ഒരു പ്രധാന വഴി എനിക്ക് പറഞ്ഞു തന്നൊരു ആള്. അവിടെ വിളിക്കുക, എന്നിട്ട് അവിടുത്തെ RTOനെ വിളിക്കുക, നേരിട്ട് വിളിക്കുക. ഞാനിങ്ങനെ ഇന്ന സ്ഥലത്ത് വിളിക്കുക, ഞാനൊരു വ്ളോഗറാണ്. അപ്പോ വേറെ ആരുമല്ല, അത് അദ്ദേഹത്തിന്റെ പേര് ഫിറോസ് എന്നാണ്. അദ്ദേഹം ഒരു എറണാകുളത്തുകാരനാണ്, എറണാകുളമാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ചു, അതായത് ഇന്നലെ 11-ാം തീയതി രാവിലെയാണ് എനിക്ക് വിളിക്കുന്നത്. ഇന്നലെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, മോനെ ഫൈൻ എന്തായി, നിന്റെ വീഡിയോ അങ്ങനെ കണ്ടു, നിന്റെ ഫൈനൊക്കെ എന്തായി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫൈനൊന്നും ആയില്ല, ഞാൻ പിന്നെ അത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം എന്ന് കരുതിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, കുറേ പേര് പറഞ്ഞതുണ്ടോ കമന്റ് ബോക്സിലൊക്കെ, ഇതൊന്നും അവന്മാർ ഒഴിവാക്കി കൊടുക്കൂല, ഇതുകൊണ്ട് നീ കുടുങ്ങടാന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാനാണെങ്കിൽ ഇതെങ്ങനെയൊക്കെ ഒഴിവാക്കി കിട്ടട്ടെ എഴുതിക്കൊള്ളാം. അപ്പൊ ഇദ്ദേഹം വിളിച്ചിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു, മനസ്സിലാക്കി. മൂപ്പര് വീഡിയോ കണ്ടിട്ടാണ് മൂപ്പര് വരുന്നത്, മൂപ്പർക്ക് അറിയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ മൂപ്പര് എനിക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇവിടെ ഫൈൻ ഇവർ അടിച്ചിക്കണമെങ്കിലും ഇത് ഒഴിവായി കിട്ടുന്നത് ഇവിടെ നിന്നല്ല. അപ്പൊ അതിന് നമ്മൾ എൻഫോഴ്സ്മെന്റ് RTO ആയിട്ടാണ് ബന്ധപ്പെടേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ എൻ്റെ കയ്യിൽ നമ്പറില്ല, അല്ലെങ്കിൽ ഫിറോസ്ക്ക് എൻ്റെ കയ്യിൽ നമ്പറില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ നീ വാട്സപ്പിലേക്ക് വാ, എനിക്ക് വാട്സപ്പിൽ നമ്പർ ഇട്ടുതരാമെന്ന് പറഞ്ഞു. എനിക്ക് വാട്സപ്പിലേക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടു. അങ്ങനെ മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTOന്റെ നമ്പർ എനിക്ക് വാട്സപ്പിൽ അദ്ദേഹം തരേണ്ടായി. ഈ ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹം എനിക്ക് കുറച്ചു നേരം എന്നോട് സംസാരിച്ചതാട്ടോ. അതായത് ഏതാണ്ടൊരു 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ എന്നോട് സംസാരിച്ചതാണ് ആള്. TP യൂസഫ് എന്ന് പറയുന്ന, അതെ TP യൂസഫ് എന്ന് പറയുന്ന ഒരു സാറിന്റെ നമ്പറാണ് എനിക്ക് അയച്ചത്. എൻഫോഴ്സ്മെന്റ് RTOന്റെ നമ്പറാണ്, മലപ്പുറം. അപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ നമ്പറും അതായത് ഓഫീസിന്റെ നമ്പറും അയച്ചു തന്നായിരുന്നു. അദ്ദേഹം അയച്ചു തന്നിട്ട് ഞാൻ പിന്നെ ഉച്ചയാകുമ്പോൾ, ഞാൻ അപ്പം തന്നെ വിളിച്ചിരുന്നില്ല, ഞാൻ അപ്പോൾ എന്തോ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വിളിക്കാം, നമ്മുടെ കാര്യം നമ്മൾ പരാതി പറയാം, അപ്പം നമ്മളനുസരിച്ച് ഫ്രീ ആവണം, എങ്ങനെ കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ നമ്മൾ ഒന്ന് ആലോചിക്കണമല്ലോ. അപ്പം അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വിളിച്ചിട്ട് എൻ്റെ പരാതി ഞാൻ പറഞ്ഞു. ഇങ്ങനെ നിലമ്പൂർ MVD ഇവിടെ വണ്ടൂർ സ്റ്റാൻഡിൽ കൂടെ, ഓട്ടോ സ്റ്റാൻഡിൽ കൂടെ വന്ന്
പോകുന്ന പോക്കിൽ എൻ്റെ വണ്ടി ചെക്ക് ചെയ്യുണ്ടായി. അതിൽ ടാക്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫൈൻ അടച്ചു. ആ ഒരു ഫൈൻ അടിച്ചു. ആ അടിച്ച ഫൈന് പക്ഷേങ്കിൽ എനിക്ക് ടാക്സ് ഉണ്ട്, അപ്പോൾ ഇതൊന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞു. ഓക്കെ, അതിലങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട്, അത് ഞാൻ ഇന്നലെ 11-ാം തീയതി ആയിട്ട് വിളിക്കുന്നത്, ഈ ഫൈൻ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഫൈൻ ഒഴിവായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയാണ് കഥ ആരംഭിക്കുന്നത് പറഞ്ഞില്ലേ. അപ്പം ഈ ഫൈന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയി. അതിനുശേഷം സംഭവിച്ചത് എന്താ വെച്ചാൽ ഒരു 3-4 മണി ആ നേരത്തെ എനിക്ക് പ്രവീൺ സാർ വിളിച്ചു. പ്രവീൺ സാർ വിളിച്ചിട്ട് എന്നോട് ഒരു 8 മിനിറ്റോളം സംസാരിച്ചു. അപ്പോൾ പ്രവീൺ സാർ എന്നോട് പറഞ്ഞു, നിന്റെ ഫൈന് ഞാൻ 10-ാം തീയതി, അതായത് ഇന്നലെ 11-ാം തീയതിയാണ് എനിക്ക് വിളിക്കുന്നത്. ഇന്നലെ പറഞ്ഞു എന്നോട് ഇന്നലെ തന്നെ രാത്രി 8 മണിക്ക്, അതായത് 10-ാം തീയതി രാത്രി 8 മണിക്ക് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. അതിലെനിക്ക് ചെറിയ സംശയങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇത്രയും നീട്ടിക്കൊണ്ടുപോയത്, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂല, അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ എന്നോട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അതൊന്നും പ്രശ്നം, പക്ഷേങ്കിൽ എനിക്ക് ഈ ഒരു ഫൈൻ ഇങ്ങനെ കൊണ്ടുനടക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. വളരെ ഭവ്യതയായിട്ട് സമാധാനത്തോടെ നല്ല രീതിയിൽ ഞാൻ എന്താ പറയുക. അപ്പോൾ അത് അങ്ങനെ, അപ്പോൾ 10-ാം തീയതി തന്നെ ഈ ഫൈന് ഒഴിവായിട്ടുണ്ട്. 10-ാം തീയതി രാത്രി. 9-ാം തീയതിയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. അപ്പം നമ്മുടെ വീഡിയോന് ശേഷം തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ 9-ാം തീയതി ഞാൻ ആ ഒരു വീഡിയോ വിടണമെങ്കിൽ ഞാനത് 8-ാം തീയതി ഷൂട്ട് ചെയ്തതാണ്. ഞാൻ അതുകൊണ്ടല്ലോ 9-ാം തീയതി തന്നെ ഷൂട്ട് ചെയ്തിട്ട് വിട്ടതല്ല ഞാനത്. അത് 8-ാം തീയതി ഷൂട്ട് ചെയ്തിട്ട് ഇത് വിടണോ വേണ്ടെന്ന് ഒന്നും കൂടി ആലോചിച്ചിട്ടാണ് ഞാൻ അത് വിടുന്നത്. ഈ പറഞ്ഞതുപോലെ ആ ഒരു ഫൈന് ഒഴിവായിട്ടുണ്ട്. അപ്പം അതിൽ പ്രധാനമായിട്ട് ഒരുപാട് പേര് നിങ്ങൾ ആ വീഡിയോ ഷെയർ ചെയ്യുകയും എത്തേണ്ട ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല ആളുകൾ എനിക്ക് വിളിക്കുകയും അതുപോലെ തന്നെ അവർ പറയുന്ന ആ ഒരു കാര്യങ്ങളനുസരിച്ച് ഞാൻ മൂവ് ആയതുകൊണ്ടാണ് എൻ്റെ ഒരു ഫൈൻ ഒഴിവായി കിട്ടിയത്. സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ പരിചയമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു പരിചയമില്ലാത്തൊരു കാര്യമായിരുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഫിറോസ് എന്ന് പറയുന്ന എറണാകുളത്ത് വിളിച്ച എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഓവറായിട്ട് ആര് സാറേ എന്ന് വിളിക്കണ്ട. അത് അവന്മാർക്ക് നമ്മുടെ വില താവാനാണ് അവിടെ. അപ്പൊ അത് തന്നെയാണ് ഞാനിതിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. നിങ്ങളും തന്നെ അത്തരത്തിൽ തന്നെ ചിന്തിച്ചാൽ മതി, അത്തരത്തിൽ ചെയ്താൽ. നമ്മളൊരു ബഹുമാനത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് ഒരാൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഏട്ടാ എന്നുള്ള ബഹുമാനത്തോടെ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. നിങ്ങൾ എന്നൊക്കെ സംഭവം അങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ സാറേ എന്ന് വിളിക്കുന്നത്. അപ്പൊ ചില ആളുകൾക്ക് ഈ സാറേ എന്നിട്ട് കേൾക്കുമ്പോഴേക്ക് അവര് വലിയ എന്തോ സംഭവമായിട്ടും നമ്മൾ അവരുടെ താഴെയായിട്ടും അങ്ങനത്തെ ഒരു ഫീലാണ് അവർക്ക് ഇങ്ങനെ കുളിര് കയറുന്ന സംഭവമാണ് ഈ സാറേ നമ്മൾ കേൾക്കുമ്പോൾ. നമ്മൾ അവരുടെ താഴെയും ഏത് പഴയ തമ്പ്ര റേഞ്ചിലേക്കാണ് കാര്യങ്ങളെ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ ഒന്നല്ലെങ്കിലും എന്നാൽ പോലും അങ്ങനെ, അതായത് ഞാൻ ഇവർക്കൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇവർക്കൊക്കെ വിളിച്ചതിന്റെ റെക്കോർഡിങ് എൻ്റെ അടുത്തുണ്ട്. അപ്പൊ ആദ്യം ഞാൻ യൂസഫ് സാറിന് വിളിച്ചതിന്റെ ഒരു ഇത് വെക്കാം. ഹലോ, പറഞ്ഞോളൂ. യൂസഫ് സാർ അല്ലേ? എനിക്ക് നിലമ്പൂർ ആർടിഒന്റെ ഭാഗമായിട്ട് എന്റെ വണ്ടിക്ക് ടാക്സ് ഉണ്ടായിക്കൊണ്ടും ഒരു ഫൈൻ വന്നാറും. ഞാൻ ആ ഉദ്യോഗസ്ഥനെ വിളിച്ചൊരു 3-4 പ്രാവശ്യം പറഞ്ഞു, പക്ഷേ ഫൈൻ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ സാറിനൊന്ന് വിളിച്ച് പറയാൻ വേണ്ടിട്ട് പറഞ്ഞു. നിലമ്പൂർ ഓഫീസിൽ നിന്നാണോ ഫൈൻ വന്നേക്കുന്നത്? അതായത് ഇത് ഏതാണ്ട് 2 മിനിറ്റ് 41 സെക്കൻഡും ഉണ്ട്. അപ്പൊ അത്രത്തോളം നമുക്ക് വേണ്ട, നമുക്ക് കാര്യങ്ങൾ പറയുന്ന അവിടെ മതി. ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. ഒഴിവാക്കിയിട്ടുണ്ടോ? നോ ഓഫൻസ് ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ കിടക്കുന്നത്. ഇതിനകത്ത് ചെല്ലാൻ ഫൈനെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഫൈനെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ആ ഒരു TP യൂസഫ് സാർ പറഞ്ഞു. മൊത്തമായിട്ട് കളിപ്പിക്കാക്കാണ്. പിന്നെ എനിക്ക് പ്രവീൺ സാർ വിളിച്ചു. പ്രവീൺ സാറ് ഒരുപാട് മനസ്സിലാവാത്തോണ്ടാണ് അത് അവിടെ ഇട്ടത്. ആണോ, ഒരുപാട് നേരം പ്രവീൺ സാർ എന്നോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞപ്പോ എപ്പോഴാണെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് അത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും ഞാൻ അന്ന് രാത്രി 8 മണിക്ക് തന്നെ ഞാനത് ചെയ്തിട്ടുണ്ട്. ആടാ, രാത്രി 8 മണിക്ക് തന്നെ സാറ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് ചെയ്തു. അപ്പൊ എന്റെ കാര്യം മനസ്സിലായി. ഞാൻ ഇന്നലെ രാത്രി 8 മണിക്ക് തന്നെ ഞാനത് ചെയ്തു. ഇന്നലെ രാത്രി 8 മണിക്ക് എന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് പ്രവീൺ സാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മള് അതിന്റെ മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇവരുടെ റെക്കോർഡിങ് കാര്യങ്ങൾ ഇവർ പറയുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് പേർ ഷെയർ ചെയ്തു. ഇനി ആ വീഡിയോ അവർ ഷെയർ ചെയ്യരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്തവർക്ക് ലൈക്ക് അടിച്ചവർക്കും പിന്നെ ആ ഒരു വീഡിയോക്ക് എക്സ്പെഷ്യലി മെയിനായിട്ട് അത് കമന്റ് ചെയ്ത് ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് സത്യം പറഞ്ഞ ആ വീഡിയോ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ അതിങ്ങനെ സ്പ്രെഡായി തുടങ്ങിയപ്പോൾ തന്നെ കാര്യങ്ങൾ സടപടേന്ന് നടന്നത്.
അപ്പോൾ അത് ഒഴിവായിട്ടുണ്ട് ആ ഒരു ഫൈന്. ഇത്തരത്തിൽ ഫൈന് വരികയാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ആർടിഒയായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്കുള്ളൊരു രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എൻഫോഴ്സ്മെന്റ് ആർടിഒയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒഴിവായി കിട്ടുന്നതാണ്. ചെങ്ങൈമാരെ, ഞാൻ ആ വീഡിയോ അവിടുന്ന് ഷൂട്ട് ചെയ്ത് വന്ന്, അതായത് ഇപ്പോൾ ഇന്ന് വിടേണ്ട വീഡിയോ ആണ്, ഇന്ന് 12-ാം തീയതി ഇന്ന് തന്നെ ഷൂട്ട് ചെയ്ത് ഇന്ന് തന്നെ വിടാമെന്ന് കരുതിയിട്ട് ഷൂട്ട് ചെയ്താണെന്ന്. അപ്പോൾ ഞാനത് വീഡിയോ എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോഴാണ് എനിക്ക് ജോയിൻ ആർടിഒ വിളിക്കുന്നത്, എന്തായി അത് ക്ലിയർ ആയില്ലെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അദ്ദേഹം കൂടി വിളിച്ചത് കൊണ്ട് അതും കൂടി വീഡിയോയിൽ പറയാമെന്ന് കരുതി. കാരണം നമ്മളുടെ വീഡിയോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും പെട്ടല്ലോ. അത് പെടാനുള്ള കാരണം ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ കൃത്യമായ ഷെയറിങ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്കൊക്കെ എത്തിയത്. എന്നാൽ പോലും അദ്ദേഹം അറിഞ്ഞ പാടെ അദ്ദേഹം എനിക്ക് വിളിക്കുകയുണ്ടായി. വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അത് എന്തായാലും വീഡിയോയിൽ പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് ഭാഗത്താണെങ്കിൽ പോലും ഞാൻ ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തിയത്, രണ്ടാമത് എഡിറ്റ് ചെയ്തത്. കാരണം ആ വീഡിയോ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം ഞാനത് ഷൂട്ട് ചെയ്യുമ്പോൾ ഉച്ചയ്ക്കാണ് ഷൂട്ട് ചെയ്യണം. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 5 മണിയായി. അപ്പോൾ ഇനി രണ്ടാമത് എഡിറ്റ് ചെയ്തിട്ടുമാണ് ഞാൻ ഈ വീഡിയോ വിടുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.